إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കുന്ന അവൻ്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. നമ്മളുടെ പാപങ്ങൾ അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിലേക്ക് പരിപൂർണ ആരോഗ്യത്തോടുകൂടി പ്രവേശിക്കുവാനും റമദാനിന് മുമ്പ് തന്നെ റമദാനിന് വേണ്ടി നല്ല രീതിയിൽ ഒരുങ്ങാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമ്മോടൊപ്പം റമദാനിലും പെരുന്നാളിലും ഒക്കെ പങ്കുകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിലായി സ്വർഗവാസികൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ മുത്തഫിഫീനിൽ സ്വർഗവാസികൾക്ക് കുടിക്കാൻ നൽകപ്പെടുന്ന ഒരു പാനീയത്തെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട്. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീഖുൻ മഖ്തൂം എന്നാണ് ആ പാനീയത്തിന് പേര് നൽകിയിട്ടുള്ളത്. മഖ്തൂം എന്ന് പറഞ്ഞാൽ സീല് വെക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഖിതാമുഹു മിസ്ക്, അതിൻ്റെ സീല് വെക്കപ്പെട്ടിട്ടുള്ളത് കസ്തൂരി കൊണ്ടാണ് എന്ന് അല്ലാഹു പറയുന്നു. സ്വർഗീയമായ അനുഗ്രഹങ്ങളെ പരിചയപ്പെടുത്തിയതിന് ശേഷം അവസാനമായി അല്ലാഹു ആ ആയത്തിൽ പറയുന്നത് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഈ വിഷയത്തിൽ മത്സരിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു പറയുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഭൗതികമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും മനുഷ്യൻ മത്സരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരുത്തൻ്റെ മുമ്പിൽ എത്തിപ്പെടാനും ഏത് മേഖലയായാലും തൻ്റെ കഴിവും മികവുമൊക്കെ അവിടെ തെളിയിക്കാൻ വേണ്ടി മനുഷ്യർ ഒരുപാട് അധ്വാനിക്കാറുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിലായാലും ബിസിനസ് മേഖലകളിലായാലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലകളായാലും ഏതൊരു സ്ഥലമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെ മനുഷ്യൻ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ ചികിത്സാ രംഗത്താവട്ടെ ഒന്നാമതെത്താനും മറ്റുള്ളവരോട് മത്സരിക്കാനുമുള്ള മനുഷ്യന്റെ ത്വര നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു സംഗതിയാണ് മത്സരിക്കുക, ഒന്നാമതെത്തുക, വിജയിയാവുക എന്നൊക്കെയുള്ളത്. ഒരുപാട് പുരോഗമിച്ച ഈ ഒരു ഭൗതികമായ സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൂടെ ഒരുപാട് മനുഷ്യൻ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുമുണ്ട്. ആ ഒരു മത്സര ബുദ്ധിയിൽ നിന്നാണ് ഒരുപാട് നൂതനമായ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളുമൊക്കെ ഉടലെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ സ്വന്തമായി മികവ് പുലർത്താനോ മനുഷ്യൻ പരിശ്രമിക്കുമ്പോഴാണ് പലതും ഈ ഭൂമി ലോകത്തുണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയവും പാരിത്രികവുമായ ശാശ്വതമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ കൂടി അവൻ മത്സരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി ഖുർആനിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ലൗകികതയിൽ മാത്രം ഭൗതികതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു മത്സരത്തിലാണ് അവൻ പങ്കെടുക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിനും അവന്റെ ഈമാനിനും കാലാകാലത്തേക്ക് ആഖിറത്തിൽ അത് തീരാ നഷ്ടം മാത്രമായിരിക്കും സമ്മാനിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലാഹുവാണ് സത്യം, ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും അദ്ദുനിയ, മറിച്ച് ദുന്യവിയായ സുഖസൗകര്യങ്ങൾ ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ നിങ്ങൾക്ക് വിശാലത നൽകപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില സമുദായങ്ങൾക്ക് ദുന്യവിയായ കാര്യങ്ങളിൽ വിശാലത നൽകപ്പെട്ടതുപോലെ നിങ്ങൾക്കും വിശാലത നൽകപ്പെടും. ഫതനാഫസൂഹ കമാ തനാഫസൂഹ, അങ്ങനെ നിങ്ങളതിൽ പരസ്പരം മത്സരിക്കും. കമാ തനാഫസൂഹ, എപ്രകാരം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ മത്സരിച്ചുവോ അതുപോലെ നിങ്ങളും ആ വിഷയത്തിൽ മത്സരിക്കും. ഫതുൽഹിക്കും കമാ അൽഹത്തുഹും, ആ മത്സരം ഭൗതികമായ നേട്ടം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിനോടുള്ള കടമകളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവര് മത്സരിച്ചപ്പോൾ എപ്രകാരം ദുന്യാവ് അവരെ നശിപ്പിച്ചു കളഞ്ഞോ അതുപോലെ നിങ്ങളെയും നശിപ്പിച്ചു കളയുമോ എന്നതാണ് എനിക്ക് പേടി. അല്ലാതെ എൻ്റെ ഉമ്മത്ത് പട്ടിണിയിലായി പോകുമോ എന്ന് എനിക്ക് ഭയമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി.
കേവലം ഇത്തരത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാറ്റി നിർത്തി കച്ചവടത്തിലും മറ്റുമൊക്കെയായി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ സമ്പാദിക്കുകയും അതിലൂടെ ഭൗതികമായ സുഖസൗകര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നവരെയും അവർക്കാണ് സർവനാശവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിവെച്ച ഈ ആയത്തിന്റെ സൂറത്തുൽ മുത്തഫിഫീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത്. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ജനങ്ങൾക്ക് കച്ചവടം നടത്തുമ്പോൾ, അവരോട് ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെ പറ്റിച്ചുകൊണ്ട് സമ്പാദിച്ചു കൂട്ടുന്നവർക്ക് സർവനാശവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ നേട്ടത്തിലാണ് അവൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസാനത്തിലാണ് മത്സരിക്കുന്നവർ ഈ വിഷയത്തിലൊക്കെ മത്സരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മന്നാഫസക ഫീ ദീനിക ഫനാഫിസ്ഹു. ആരെങ്കിലും ദീനിന്റെ വിഷയത്തിൽ അമല സ്വാലിഹാത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിന്നോട് മത്സരിക്കുകയാണെങ്കിൽ അവനോട് നീ നല്ല രൂപത്തിൽ മത്സരിക്കണം, നന്നായി മത്സരിക്കണം. വമന്നാഫസക ഫീ ദുനിയാക ഫഅൽഖിഹാ ഫീ നഹ്രിഹി. ഇനി ആരെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലാണ് നിന്നോട് മത്സരിക്കുന്നതെങ്കിൽ ആ മത്സരത്തിൽ നീ പങ്കുചേരേണ്ടതില്ല. ഫഅൽഖിഹാ ഫീ നഹ്രിഹി. ആ മത്സരം അവന്റെ പിരടിയിൽ തന്നെ നീ ഉപേക്ഷിക്കണം, അതിൽ നീ പങ്കെടുക്കാൻ പോകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രോത്സാഹിപ്പിച്ചതുപോലെ ഈ ഒരു മത്സരത്തിലാണ് എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. അത് പൂർവോപരി ശക്തിപ്പെടുത്താനും പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ ആഗതമായിരിക്കുന്നത്. അതിനെ ഒരു മുഅ്മിൻ എത്രത്തോളം പ്രയോജനപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യബ്ന ആദം തഫറഗ് ലിഇബാദതി അംല സദറക ഗിനൻ വലം വഅസുദ്ദ ഫഖറക. മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തഫറഗ് ലിഇബാദതി, മനുഷ്യ നീ എൻ്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. അള്ളാഹുവിന്റെ കടമകളെ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്റെയും ജിന്നുവർഗത്തെയും അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വമാ ഖലഖതു, ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്നതാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അതെങ്ങനെ ഇബാദത്താക്കി മാറ്റാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ആ ഇബാദത്തിന് വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, ആ ഇബാദത്തിൽ നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അംല സദറക ഗിനൻ, നിന്റെ ഹൃദയത്തെ ഞാൻ ധന്യത കൊണ്ട് നിറക്കുന്നതാണ്. വഅസുദ്ദു ഫഖറക, അതുപോലെ തന്നെ നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ ഇല്ലാതാക്കുന്നതാണ്. വഇല്ലാ തഫഅൽ, നീ അപ്രകാരം പ്രവർത്തിച്ചില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള കടമകളൊക്കെ മാറ്റിക്കൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത റിസ്കിന്റെ പിന്നാലെ അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ നീ അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, അംല ഉയദൈക ശുഗ്ലൻ, നിന്റെ ഇരു കൈകളും നിറയെ ഞാൻ ജോലി നൽകുന്നതാണ്. വലം അസുദ്ദ ഫഖറക, നീ എത്രത്തോളം ഈ ദുനിയാവിന് വേണ്ടി അള്ളാഹുവിന്റെ കടമകൾ മാറ്റി നിർത്തിക്കൊണ്ട് പരിശ്രമിക്കുന്നുണ്ടോ ആ ഒരു ലക്ഷ്യം നിനക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല, നിന്റെ ദാരിദ്ര്യം തീരുകയില്ല. നിന്റെ ഇരു കൈകളും നിറയെ ഞാൻ ജോലി നൽകുന്നതുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സ്വഹാബാക്കളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ പരസ്പരം ദുനിയാവിന് വേണ്ടി മത്സരിക്കുകയും അതിനുവേണ്ടി രക്തം ചീന്തുകയും പോരടിക്കുകയും ചെയ്തിരുന്നവർ പിന്നീട് ആഖിറത്തിനു വേണ്ടി അതുപോലെ മത്സരിക്കുന്ന മനോഹരമായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിജ്റ ചെയ്തു വന്നതിന് ശേഷം മുഹാജിരീങ്ങളായ സഹാബാക്കൾ, അവർ പാവപ്പെട്ടവരാണ്, അവരുടെ വീടും നാടും സമ്പത്തും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് ഹിജ്റ ചെയ്തത്.
അന്ന ഫുഖറാ അൽ മുഹാജിരീന അതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദരിദ്രരായ മുഹാജിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയുണ്ടായി. ഫഖാലു യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അവർ നബിയോട് ഒരു സങ്കടം ബോധിപ്പിക്കുകയാണ്, പരാതി പറയുകയാണ്. ദഹബ അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. നബിയെ, പണമുള്ള ആളുകൾ, ധനികരായ ആളുകൾ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ശ്രേഷ്ഠതകളും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഖാല വമാ ദാക. നബി തങ്ങൾ ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവർ വിശദീകരിക്കുകയാണ്, യുസല്ലൂന കമാ നുസല്ലി. നബിയെ, അവർ നമസ്കരിക്കുന്നത് പോലെ ഞങ്ങളും നമസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം. അവർ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. വയതസദ്ദഖൂന വലാ നതസദ്ദഖ്. അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് എന്ന അനുഗ്രഹത്തിന്റെ പേരിൽ അവർ സ്വതഖകൾ നൽകുന്നുണ്ട്, സകാത്ത് നൽകുന്നുണ്ട്. വലാ നതസദ്ദഖ്. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. വയുഅ്തിഖൂന വലാ നഅ്തിഖ്. അവർ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ ഒന്നായ അടിമമോചനം നടത്തുന്നുണ്ട് അവരുടെ സമ്പത്ത് കൊണ്ട്. വലാ നുഅ്തിഖ്. ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ള പരാതി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. നബി തങ്ങൾ അവരുടെ ഈ പരാതി കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞു, അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? തുദ്രികൂന ബിഹി മൻ സബഖക്കും. ഞാൻ പറയുന്ന ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ മുൻഗാമികളായ ആളുകളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അമലാണത്. വതസ്ബിഖൂന ബിഹി മൻ ബഅദക്കും. നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആളുകളെക്കാളും നിങ്ങൾക്ക് അമലിൽ മുന്നേറാൻ കഴിയുന്ന കാര്യമാണത്. വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും. നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി അമൽ ചെയ്യുകയാണെങ്കിൽ വേറെ ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ തന്നെ ആ അമല് അറിഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരൊഴികെ ബാക്കിയുള്ള ആരും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരോട് തിരിച്ചു ചോദിക്കുകയുണ്ടായി. അവരതേന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അമല് തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബുറ കുല്ലി സ്വലാത്തിൻ 33 മറ. നിങ്ങൾ 5 വഖ്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ ആ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും നിങ്ങളുടെ നിത്യജീവിതത്തിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം, തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം, അള്ളാഹുവിന്റെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുൻപ് പരാമർശിച്ച ആ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരോട് പറയുകയുണ്ടായി. അങ്ങനെ അവരത് കേട്ടുകൊണ്ട് മടങ്ങിപ്പോയി അവരുടെ ജീവിതത്തിൽ അവരത് ശീലമാക്കാൻ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സഹാബാക്കൾ വീണ്ടും തിരിച്ചു വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, സമിഅ ഇഖ്വാനുനാ അഹ്ലുൽ അംവാലി ബിമാ ഫഅൽന. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ സഹോദരങ്ങളായ സ്വഹാബികൾ, സമ്പത്തുള്ള ധനികരായ സ്വഹാബികൾ, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അമല് ഞങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അവരറിഞ്ഞിട്ടുണ്ട്, അവരും ഇപ്പൊ അത് ചെയ്യുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി ചിലരെ പരീക്ഷിക്കും. ചിലർക്ക് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനും അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനും സാധിക്കും. ചിലരെ അള്ളാഹു പണം കൊടുക്കാതെ, സമ്പത്ത് കൊടുക്കാതെ അള്ളാഹു പരീക്ഷിക്കും. അവർ അതിൽ ഖനാഅത്തോടുകൂടി അള്ളാഹു തന്നതിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്കും ഈ സമ്പത്ത് കൊടുത്തവർക്ക് എങ്ങനെയൊക്കെ ശ്രേഷ്ഠത കൈവരിക്കാൻ സാധിക്കുമോ അതുപോലെയുള്ള ശ്രേഷ്ഠത കൈവരിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ അമലാണ്, ചില മിനിറ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന അമലാണ്. പക്ഷേ നമുക്ക് എത്രത്തോളം അതിനുള്ള തൗഫീഖ് ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമല് ചെയ്യാൻ സാധിക്കുക എന്നത്
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അമലുകൾ പകർത്താനും അത് നിലനിർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിലേക്ക് അതിന് ആവശ്യമായ സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാനും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളോട് പറയുകയുണ്ടായി. അപ്പോഴും ഇതേ ഒരു മത്സരം സ്വഹാബാക്കൾക്കിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദുനിയാവിന് വേണ്ടി എപ്രകാരം അവര് മുൻകാലഘട്ടത്തിൽ ജാഹിലിയത്തിൽ മത്സരിച്ചിരുന്നുവോ അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെയോ അവർ മത്സരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജയ്ഷുൽ ഉസ്ര അഥവാ ബുദ്ധിമുട്ടിന്റെ സൈന്യം എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആ സൈന്യത്തെ പറ്റി വിളിക്കപ്പെടുന്നത്. അത്രയും കഠിനമായ ചൂടും കാലാവസ്ഥയുമുള്ള സമയത്ത്, പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരുപാട് ദിവസത്തെ വഴിദൂരമുള്ള ആ യുദ്ധത്തിന് വേണ്ടി ഉള്ള സന്നാഹങ്ങളൊന്നും സ്വഹാബാക്കൾക്കുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ മിമ്പറിൽ കയറുകയും ആ യുദ്ധത്തിന്റെ ആവശ്യകതയും അതിനുവേണ്ടി ചിലവഴിക്കാനും വേണ്ടി സ്വഹാബാക്കളോട് ഒരുപാട് പ്രേരിപ്പിക്കുകയുണ്ടായി. നബി തങ്ങള് സ്വതക്കയുടെ മഹത്വങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന്റെ മഹത്വങ്ങളുമൊക്കെ ഒരുപാട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അബ്ദുറഹ്മാൻ ബിൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ജയ്ഷുൽ ഉസ്റക്ക് വേണ്ടി ഇങ്ങനെ പ്രേരിപ്പിച്ചപ്പോൾ ആ സദസ്സിൽ നിന്നും ഖാമ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് നിൽക്കുകയുണ്ടായി. ഫഖാല യാ റസൂലല്ലാഹ് അലയ്യ മിഅതു ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ ഫീ സബീലില്ലാഹ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ഈ ഒരു സംഘത്തിന് 100 കുതിരകളെയും അതിന്റെ സർവ്വവിധ സന്നാഹങ്ങളും യുദ്ധ ചെലവുകളും തബൂക്കിൽ പോയി തിരിച്ചു വരുന്നത് വരെയുമുള്ള എല്ലാ ചെലവുകളും ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നബി തങ്ങൾ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു തന്നെ എണീക്കുകയും അലയ്യ മിഅത ബഈരിൻ ഫീ സബീലില്ലാഹി ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ, 200 കുതിരകളെ ഞാൻ നൽകാമെന്ന് അദ്ദേഹം തയ്യാറായി. വീണ്ടും ഇത് ആവർത്തിക്കുകയും അദ്ദേഹം 300 കുതിരകളെ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സംസാരം കഴിഞ്ഞ് മിമ്പറിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, മാ അല ഉസ്മാനു മാ അമില ബഅദ ഹാദിഹി, മാ അമില ഉസ്മാനു ബഅദ അമലിഹി ഹാദാ. ഈ ഒരു അമലിന് ശേഷം, ഈ ഒരു പ്രവർത്തിക്ക് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് തന്നെ ചെയ്താലും തിന്മ ചെയ്താലും അത് അള്ളാഹു അദ്ദേഹത്തിന് രേഖപ്പെടുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം ധനാഢ്യനായ ഒരു സഹാബിയായിരുന്നു. ഉസ്മാനുൽ ഗനി എന്നാണ് അദ്ദേഹത്തെ പറ്റി ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സമ്പത്ത്, അള്ളാഹു തആല നൽകിയ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൈയഴിഞ്ഞ് ചിലവഴിക്കുകയും അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളായി അദ്ദേഹം മാറുകയുമുണ്ടായി. ഇതേ സമയത്ത് തന്നെയാണ്, തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രേരണ കാരണമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ പകുതി സമ്പത്ത് അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. ഫതസദ്ദഖ ബിനിസ്ഫി മാലിഹി വകാന യളുന്നു അന്നഹു സയസ്ബിഖു അബൂബക്കർ ബിദാലിക. അദ്ദേഹം ഓരോ അമലുകളും ചെയ്തിരുന്നപ്പോൾ കൂട്ടുകാരനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത്. എപ്പോഴൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അദ്ദേഹവും ഒരു അമൽ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു മുന്നിലെത്തിയിരുന്നത്. ഇപ്രാവശ്യം തന്റെ പകുതി സമ്പത്തും ഈ സൈന്യത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കടക്കാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചിരുന്നു. ഫൈൻദമാ സാലൻ നബി ഉമർ, അങ്ങനെ ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാദാ അബ്ഖൈത ലി അഹ്ലിക, എന്താണ് കൊണ്ടുവന്നതെന്നല്ല, മറിച്ച് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം മറുപടി പറഞ്ഞു, മിസ്ലഹു, ഇതുപോലെ തന്നെയുള്ളത്, അഥവാ ഞാൻ പകുതി സമ്പത്ത് കൊണ്ടുവന്നു, പകുതി എന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുമ്മ ജാഅ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം കൊണ്ടുവന്നു. അദ്ദേഹത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാദാ അബ്ഖൈത ലി അഹ്ലിക, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂലഹു,
ഞാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ബാക്കി വെച്ചതെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയുണ്ടായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ലാ ഉസാബിഖുക ലിശൈഇൻ അബദ, അബൂബക്കറെ, ഒരു വിഷയത്തിലും നിന്നോട് മത്സരിച്ചുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ ഇന്ന് വരെയും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വഹാബാക്കളൊക്കെ നന്മകളിൽ മത്സരിച്ചിരുന്നത് പോലെ നമുക്കും നന്മകളിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ നോമ്പെടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനും കൂടുതൽ സദഖകൾ നൽകാനും പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാനും തറാവീഹുകൾ ഖിയാമുൽ ലൈൽ അത് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതിരിക്കാനും ജമാഅത്തിലൊക്കെ കൃത്യമായി പങ്കെടുക്കാനുമൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിലും പറയുകയുണ്ടായി. പരിശുദ്ധമായ റമദാനിനെ പൂർണ്ണമായ മനസ്സ് നന്നാക്കിക്കൊണ്ടായിരിക്കണം സ്വീകരിക്കേണ്ടത്. റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടുകളും പള്ളികളും എപ്രകാരം വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ തന്നെ പ്രധാനമാണ് ആത്മാർത്ഥമായ തൗബ കൊണ്ട് നമ്മുടെ മനസ്സിനെയും റമദാൻ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുക എന്നത്. നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിലേക്ക് ഒരിക്കലും ഇനി തിരിച്ചു പോവുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയായിരിക്കണം പരിശുദ്ധ റമദാനിനെ നമ്മൾ കാത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ എല്ലാത്തരം പാപങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുമ്പോൾ സാമ്പത്തികമായ പരിശുദ്ധി അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുമ്പോൾ അത്രയും വലിയ സമ്പത്ത് അവര് നേടിയിരുന്നതും അത് അവര് സമ്പാദിച്ചിരുന്നത് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെയായിരുന്നു. ഉലൈക ഫുർസാനും ബിന്നഹാരി വറുഹ്ബാനും ബില്ലൈൽ, അവരെ സംബന്ധിച്ച് പറയപ്പെടുന്നത് രാവിലെ പകൽ അവര് ഏറ്റവും ധീരരായ ഏറ്റവും നല്ല സാമൂഹികമായി ഇടപെടുന്ന മനുഷ്യരായിരുന്നു. വറുഹ്ബാനും ബില്ലൈൽ, രാത്രിയായാൽ അള്ളാഹുവിനോടുള്ള കടമകളും അള്ളാഹുവിനോട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്നവരുമായിരുന്നു എന്ന് അവരെ സംബന്ധിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ പരിശുദ്ധി അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഹറാമായ സമ്പാദ്യം കൊണ്ട് അത്താഴം കഴിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുന്ന ദയനീയമായ അപകടകരമായ രംഗം നമ്മുടെയൊന്നും വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുകയും ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഹറാമായ സമ്പാദ്യത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കാത്ത ഭാഗ്യദോഷികളുടെ ദുർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമായ സമ്പാദ്യത്തെ കുറിച്ച് പറയുമ്പോൾ പലിശയൊക്കെ ഒരുപാട് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലിശയെ പലരും സമുദായത്തിലെ പല ആളുകളും തന്നെ അത് ബാങ്ക് നിക്ഷേപങ്ങളുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പലിശക്ക് കടം കൊടുക്കുകയും പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരെയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് അത് വലിയ അപകടമാണെന്ന് ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പലിശ മുതൽ ഭക്ഷിക്കുന്നത് ഏറ്റവും മ്ലേച്ഛമായ നീചമായ പ്രവൃത്തിയായിട്ടാണ് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും അതിലുപരി ആഡംബരത്തിനുമൊക്കെ ആയിക്കൊണ്ട് പലിശയ്ക്ക് വേണ്ടി സമീപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഇന്ന് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും EMI എന്നതൊക്കെ ഒരു സംസ്കാരമായി വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ വളർന്നു വരുന്നതോടുകൂടി നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് അതിരില്ലാതാകുന്ന ഒരു കാഴ്ച നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നത് പോലെ ഇപ്പൊ പൈസയില്ല, പിന്നീട് നമുക്ക് അതാകാം എന്നുള്ള ഒരു ചിന്തയൊക്കെ മാറിക്കൊണ്ട് എന്തും ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ പലിശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട്
ഹറാമായതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നല്ല രൂപത്തിൽ റമദാനിനെ സ്വീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.